ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് 1-2 ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ്. അപ്പം നമുക്ക് ഒട്ടും തന്നെ സമയം കളയാണ്ട് നേരെ നമ്മളുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം നമ്മളുടെ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മളുടെ കല്ലുപ്പാണ് കേട്ടോ. അപ്പോൾ കല്ലുപ്പൊക്കെ നമ്മൾ കുറച്ചധികം ദിവസം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഒരു ഈർപ്പൊക്കെ ഇറങ്ങി ഒരു വെള്ളമായൊക്കെ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ഉപ്പിൽ കാണാറുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ള ഒരു ടിപ്പാണ് നമ്മളുടെ ആദ്യത്തെ ടിപ്പ്. ഇപ്പോൾ 1-2 മാസത്തേക്കൊക്കെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ കല്ലുപ്പൊക്കെ മേടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്കതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി എപ്പോഴും നമുക്കത് പെട്ടെന്ന് കേടായി പോകാനുള്ള ചാൻസൊക്കെ കൂടുതലാണ്. അപ്പോൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ കോൺഫ്ലവർ ആണ് കേട്ടോ. അപ്പോൾ ഈ കോൺഫ്ലവർ നമ്മൾ ഏത് കണ്ടെയ്നറിലാണോ നമ്മളുടെ ഉപ്പൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കണ്ടെയ്നറിന് അകത്തേക്ക് നമുക്ക് കുറച്ചധികം തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തും ആകുന്ന രീതിക്ക് നമുക്ക് ഇതിലേക്ക് നമ്മളുടെ കോൺഫ്ലവർ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ ഈ കൂട് വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതല്ല എങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ തട്ടി കൊടുത്താൽ തന്നെ എല്ലാ ഭാഗത്തേക്കും ആവുന്നതാണ്. അതും പറ്റില്ല, ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ടും തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ നമ്മളുടെ മൂടി ഒന്ന് അടച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ആ കോൺഫ്ലവറിൻ്റെ പൊടി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പൊടി ആക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ബോട്ടിൽ ഒട്ടും നനവൊന്നും ഉണ്ടാവാതെ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത് എല്ലാ ഭാഗത്തേക്കും ആയതിനു ശേഷം ഞാൻ കൈ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഉപ്പ് നമ്മുടെ ഈ കണ്ടെയ്നറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ എത്ര മാസക്കണക്കിന് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിലും ഒട്ടും തന്നെ അതിൽ നിന്ന് വെള്ളം ഇറങ്ങുന്ന ഒരു പ്രശ്നം ഒന്നും തന്നെ നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതുവരേക്കും നിങ്ങൾ ഈ ഒരു രീതിക്ക് ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഈ ഒരു രീതിക്ക് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ടിപ്പല്ലേ ഇത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിന് ശേഷം ഞാനിവിടെ നമ്മുടെ ഉപ്പൊക്കെ നമ്മുടെ കണ്ടെയ്നറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ നല്ല ടൈറ്റായിട്ട് ഇത് അടച്ചിട്ട് എത്ര മാസങ്ങൾ വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മളുടെ പൊടിയുപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ പൊടിയുപ്പാണെങ്കിൽ നമ്മൾ കുറച്ചധിക കാലം സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ അതിൽ നിന്നൊരു വെള്ളമൊക്കെ ഇറങ്ങി വരാറുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ ഈ ഒരു ടിപ്പ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മളുടെ ചിരട്ടയുടെ ഒരു പീസാണ് കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് ഉണക്കിയെടുക്കുക. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു ഭരണിയിലേക്ക് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഉപ്പൊക്കെ ഒന്ന് ജസ്റ്റ് മാറ്റി കൊടുത്തതിന് ശേഷം അടിഭാഗത്തേക്കായിട്ട് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ വെള്ളമൊക്കെ തന്നെ ഈ ചിരട്ട വലിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ മല്ലിപ്പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ഒരു കണ്ടെയ്നറാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ സ്പൈസസ് ഒക്കെ നമ്മൾ കുറച്ചധികമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ കേടായി പോകാറുണ്ട് അല്ലേ, കട്ട കുത്തിയൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ എങ്ങനെ ഒഴിവാക്കുക എന്നുള്ളൊരു ടിപ്പാണ് കേട്ടോ ഞാനിവിടെ ചെയ്തത്. അപ്പോൾ ഇത് ഇതുപോലെ കുറച്ച് അരിമണി എടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മളുടെ ഈ പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടച്ച് വെക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ അത് കട്ട കെട്ടുന്ന ഒരു പ്രശ്നമോ പൂപ്പൽ വരുന്ന ഒരു പ്രശ്നമോ ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് മറന്നു പോകരുതേ. അപ്പോൾ നമ്മുടെ ഫൈനൽ ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീടൊക്കെ നമുക്ക് ക്ലീനായി വെക്കാനായിട്ട് നമ്മൾ എപ്പോഴും നമ്മുടെ വീടൊക്കെ തുടച്ച് വൃത്തിയാക്കാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഹൈജീനിക് ആകാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഐഡിയ ആണ് കേട്ടോ ഞാനിവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ള വെള്ളത്തിലേക്ക് ഞാനിവിടെ പൊടിയുപ്പാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. ഏത് ഉപ്പാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് കല്ലുപ്പ് വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 1 സ്പൂൺ അളവിൽ മാത്രമാണ് കേട്ടോ നമ്മളുടെ പൊടിയുപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് നമ്മളുടെ വിനാഗിരിയാണ്, സിന്തറ്റിക് വിനാഗിരിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വളരെ കുറഞ്ഞ അളവിൽ നമ്മളുടെ ഈ വെള്ളത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ ഉപ്പും അതുപോലെ തന്നെ നമ്മളുടെ ഈ വെള്ളവും നമ്മളുടെ വിനാഗിരി നല്ലപോലെ നമ്മളൊന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളം വെച്ചിട്ട് നമ്മൾ നമ്മുടെ വീട് മുഴുവനായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നമ്മളുടെ വീടിനകത്തൂടെ വരുന്ന ചെറിയ പ്രാണികൾ, പാറ്റ, പല്ലി ഇതിനൊക്കെ തുരത്താനായിട്ട് നല്ല ഒരു സൊല്യൂഷനായിട്ട് തന്നെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെറിയ ബോട്ടിലാക്കി സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ വീക്കിലി വൺസൊക്കെ തുടയ്ക്കുന്ന സമയത്ത് ഇതുപോലെ എന്നിട്ടോ ഞാൻ തുടച്ചെടുക്കാറ്.
അപ്പോൾ ഡെയിലി ഒന്നും നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യണമെന്നില്ല. വീക്കിലി വൺസൊക്കെ നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യുമല്ലോ, ആ സമയത്ത് നമ്മൾ ഇതുപോലത്തെ ടിപ്സുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വളരെ നീറ്റായിട്ട് തന്നെ ക്ലീൻ ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും, നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഹൈജീനിക്കായിട്ട് നമ്മുടെ വീടും പരിസരമൊക്കെ വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് രോഗങ്ങളിൽ നിന്നൊക്കെ ഒരു പരിധി വരെയൊക്കെ നമുക്ക് സംരക്ഷണം ലഭിക്കുന്നതാണ്. അപ്പോൾ ക്ലീനിങ് ഉപാധികൾക്ക് പുറകെ പോകുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ഉപ്പൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഉപ്പ് നമ്മളുടെ എണ്ണമയൊക്കെ വലിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കൗണ്ടർ ടോപ്പും തറയൊക്കെ വളരെ നീറ്റായിട്ട് ക്ലീനായിട്ട് ഹൈജീനിക്കായിട്ട് വെക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ ഇന്ന് കാണിച്ച ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.